വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരിച്ച് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ ആശുപത്രി പരിസരത്ത് വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. പോലീസുമായി അവിടെ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ കൂടിയിരുന്ന പ്രവർത്തകർ ഉന്തും തള്ളിലേക്ക് പോകുന്നതാണ്. അവിടെ പോലീസുമായുള്ള സംഘർഷമാണ് ഇപ്പോൾ കാണുന്നത്. രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഏത് സമയവും പുറത്തേക്ക് വരും. അതിൽ പ്രതിഷേധിക്കാനാണ് സംഘർഷം അവിടെ ഈ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുള്ളത്. രാഹുലിനെ അകത്തേക്ക് കയറ്റുന്നതിന് മുൻപ് വലിയ സംഘർഷം ആ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ വലിയ പോലീസ് സന്നാഹം, കൂടുതൽ പോലീസ് ഫോഴ്സിൽ നിന്ന് കൂടുതൽ ആളുകൾ ആ പരിസരത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഇവിടെയുള്ള പ്രവർത്തകർ DYFI യുവമോർച്ച പ്രവർത്തകരൊന്നും ഇതുവരെയും പിരിഞ്ഞു പോയിട്ടില്ല. അവരും ആ സ്ഥലത്ത് സംഘടിച്ച് തന്നെ നിൽക്കുകയാണ്. ഇതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. അവിടെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടാകുന്നതാണ് കാണുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് പ്രതിഷേധിച്ചവർ പിരിഞ്ഞു പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ മുദ്രാവാക്യം വിളിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനും എത്തിയ ആളുകളാണ്. അവർ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെയും സംഘർഷ സമാനമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്ന സമയത്തും നിരവധി ആളുകൾ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. അവരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് തടഞ്ഞതും അവർക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതും തിരികെ എത്തിക്കുമ്പോഴും സമാനമായ അവസ്ഥ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ലിജോ റോളൻസ് നൽകിയ വിവരമനുസരിച്ച് വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ടെങ്കിലും രാഹുലിനെ ഇതുവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അവിടെ പോലീസ് ജീപ്പ് കാണാം. ആശുപത്രിയോട് ചേർന്ന് രാഹുലിന് വളരെ പെട്ടെന്ന് കയറിപ്പോകാൻ തക്കവണ്ണം അത് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് മാങ്കൂട്ടത്തിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനിടെ കൂടുതൽ ഫോഴ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തി സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികളിലേക്കും പോലീസ് സേന കടന്നിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെ മറികടക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. എന്നാൽ പ്രതിഷേധക്കാരാവട്ടെ മടങ്ങിപ്പോകാൻ കൂട്ടാക്കാതെ രാഹുൽ ഇറങ്ങി വരുന്നതും കാത്ത് പ്രതിഷേധിക്കാനായി നിൽക്കുകയാണ്. സ്വാഭാവികമായും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തുമോ, കൈവിട്ടു പോകുമോ എന്നുള്ളൊരു സാധ്യത പോലീസും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടെ കൂടുതൽ ഫോഴ്സിന് എത്തിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങിങ്ങായി ചിലയിടങ്ങളിലൊക്കെ ആ പ്രവർത്തകർ പോലീസിനോട് തട്ടിക്കയറുന്നതും അവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രിച്ച് നിർത്തുകയാണ് പോലീസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തകരൊക്കെ സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത അതിനെ മുന്നിൽ കണ്ട് പ്രതിരോധിക്കാൻ കൂടുതൽ ഫോഴ്സിനെ ഏർപ്പാടാക്കിയിരിക്കുന്നു പോലീസ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ നമുക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് അകത്ത് തുടരുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയായി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരാം. അതിനിടയിൽ ഈ പ്രതിഷേധക്കാരുടെ ഇടയിൽ കൂടെ തന്നെയാണ് പോലീസിന് നീങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ രംഗം ശാന്തമാക്കാനും പ്രതിഷേധക്കാരെ പരമാവധി ഒഴിപ്പിക്കാനും ഒക്കെയുള്ള അനുനയ ശ്രമങ്ങൾ കൂടെ പോലീസ് നടത്തിയിരുന്നെങ്കിലും അവരൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. രണ്ട് വഴികളിലൂടെ ഇപ്പോൾ കൊണ്ടുപോയ മുൻവശത്തെ മെയിൻ ഡോറിലുമായി അല്ലെങ്കിൽ മറ്റൊരു വഴി കൂടിയുണ്ട്. ഈ രണ്ടിടങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും രാഹുലിനെ കൊണ്ടുവരിക എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തും ഈ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ പോലീസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അവരെ മാറ്റിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് ഇട നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യപരിശോധന കഴിഞ്ഞ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതും ഇതിന് സമീപത്ത് തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട്. ലിജോ റോളൻസ് തത്സമയം വിവരങ്ങൾ നൽകും. ലിജോ, വൈദ്യപരിശോധന പൂർത്തിയായി കാണും ഇതിനകം, അതിനുള്ള സമയമായി കഴിഞ്ഞു. പിന്നീട് ഈ പ്രതിഷേധക്കാരെ മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണോ പോലീസ് ഇപ്പോൾ രാഹുലിനെ പുറത്തിറക്കാതിരിക്കുന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയായിട്ട് സമയമേറെ കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ഈ ഒരു സുരക്ഷാ പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ രണ്ട് വശത്തും പ്രതിഷേധക്കാർ തടിച്ചുകൂടി നിൽക്കുന്നു. അല്പസമയം മുൻപ് ഒരു ഘട്ടത്തിൽ അതൊരു അക്രമാസക്തമാകുന്ന ഒരു രീതിയിലേക്ക് പോയി. അതായത് വാഹനത്തിൻ്റെ മുന്നിൽ നിന്നിരുന്ന പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് ഒരു ഉന്തിലും തള്ളിലും കലാശിച്ചത്. DYFI പ്രവർത്തകരായിരുന്നു വാഹനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ പ്രതിഷേധമെത്തിയ BJP പ്രവർത്തകരെയൊക്കെ ഇവിടെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. DYFI പ്രവർത്തകർ മറ്റു പലരും കൈകളിൽ ഈ പൊതിച്ചോറുമായി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്
പൊതിച്ചോറുമായി ഇവിടെ എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പൊതിച്ചോറിനെ മറ്റുമൊക്കെ കളിയാക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ. അത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും അതിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുക, അതിനുശേഷമുള്ള നടപടികൾ ഒരുപക്ഷെ ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസിൽ ഇവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. കോടതിയിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ സുരക്ഷ ഒരുക്കാൻ ആ ഗ്രൗണ്ടിലേക്ക് കയറ്റാതിരിക്കാനൊക്കെ കഴിയും. പക്ഷേ ഇതൊരു ജനറൽ ആശുപത്രി ആയതുകൊണ്ട് തന്നെ അവിടേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസിന് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആ വെല്ലുവിളികളെല്ലാം തന്നെ പരമാവധി മുതലെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും വാഹനം വരുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി. അതിന് പിന്നാലെ രാഹുലിനെ വാഹനത്തിൽ നിന്ന് ഇറക്കാൻ തന്നെ പോലീസ് വളരെ ബുദ്ധിമുട്ടായിരുന്നു പുറത്തേക്ക് ഇറക്കിയത്. 2 വാതിലുകളുണ്ട്, 2 വാതിലുകളിലും വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ അവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാഹുലിനെ അധികം വൈകാതെ, അതായത് ഇനി അധികം സമയമെടുക്കാതെ തന്നെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. ഇടയ്ക്കിടെ ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി കൂടുതൽ പേർ ഇവിടേക്ക് അടുക്കുകയും ചെയ്യുന്നതാണ് ഒരു വെല്ലുവിളിയായിട്ട് പോലീസിനെ അലട്ടുന്നത്. രാഹുലിനെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അധികം വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തേക്ക് ഇറക്കും. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇവിടെ ഈ വാഹനത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ പോലീസ് വാഹനം വളരെ അടുപ്പിച്ച് തന്നെയാണ് ഈ ഒരു ഡോറിനോട്, അതായത് ആശുപത്രിയുടെ വാതിലിനോട് വളരെ ചേർത്ത് തന്നെയാണ് ഈ പോലീസ് വാഹനം ഇപ്പോൾ കൊണ്ടിട്ടിട്ടുള്ളത്. ആ രാഹുലിനെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ നിന്നും വളരെ വേഗത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിലെത്തുക. വരുന്ന ആ വഴികളിലെല്ലാം തന്നെ അത്തരത്തിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണ സജ്ജമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പുറത്തേക്കൊന്ന് ഇറക്കി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കേണ്ടെന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ മജിസ്ട്രേറ്റിൻ്റെ ആ ഒരു ഔദ്യോഗിക വസതി എന്ന് പറയുകയും ചെയ്യുന്നത്. വേണ്ടുന്ന ക്രമീകരണങ്ങൾ, മറ്റു പേപ്പർ വർക്കുകളെല്ലാം തന്നെ പോലീസ് വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 4:20 പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുന്നു. അതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള AIGG പൂങ്കുഴലി അവിടേക്ക് എത്തുന്നു, ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ രാഹുൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ബന്ധം തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം സമ്മതിക്കുകയും അക്കാര്യങ്ങളുമൊക്കെയായി തന്നെ മുന്നോട്ട് പോയത്. പക്ഷേ അതിന് പിന്നാലെയുള്ള മറ്റ് ചോദ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള കൃത്യമായ മറുപടിയും നൽകിയിട്ടില്ല. എല്ലാം തൻ്റെ അഭിഭാഷകൻ പറയുമെന്നുള്ള രീതിയിലായിരുന്നു മറുപടി. മറ്റു കാര്യങ്ങൾ, അതായത് സാമ്പത്തിക ആരോപണങ്ങൾ വരുന്നുണ്ട്, ഉപദ്രവിച്ചതായുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പോലും അതിനൊന്നും തന്നെ കൃത്യമായിട്ട് ഒരു മറുപടി, താൻ അത്തരത്തിലുള്ള കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയായി ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ ആദ്യം അറിയിച്ചതാണ് ആ എയർ ക്യാമ്പിലേക്ക് എത്തി വൈദ്യപരിശോധന നടത്തുന്നതിനുള്ള ഒരു ക്രമീകരണം വേണമെങ്കിൽ ഒരുക്കാമെന്ന്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ കൂടെ ഒരു സമ്മതത്തോടു കൂടെയാണ് ഇവിടേക്ക് എത്തിക്കുകയും അത് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്കൊക്കെ വഴിവെച്ച് ഒരുപക്ഷെ പോലീസിൻ്റെ നിയന്ത്രണങ്ങളിലെല്ലാം വിട്ടുപോവുകയും ചെയ്തത്. വലിയൊരു പ്രതിഷേധം, പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉണ്ടായത്. അത് കാരണം തന്നെയാണ് ഏകദേശം ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിട്ട് 1 മണിക്കൂറിനോട് അടുത്ത സമയമാകുന്നു. ഇതുവരെയും ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സമയം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിനെ ഈ ആശുപത്രിയിലേക്ക് അതായത് പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും രാഹുലിനെ പുറത്തേക്ക് ഇറക്കിയ സമയമെന്ന് പറയുന്നത് 11:23 ആയിരുന്നു. ഇപ്പോൾ 12:27 ആയിരിക്കുന്നു. അതായത് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. സാധാരണ ഒരു നടപടിക്രമം വൈദ്യപരിശോധന പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അരമണിക്കൂറിൽ താഴ്ന്ന ഒരു സമയമാണ്. ഇത് അങ്ങനെയുമല്ല, പോലീസ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇവിടേക്ക് രാഹുലിനെ എത്തിച്ചത്. അപ്പോൾ അത് വളരെ വേഗത്തിൽ പൂർത്തിയാകേണ്ടതാണ്. അത്തരത്തിൽ പൂർത്തിയായിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ കാത്തിരിക്കുകയാണ്. കാര്യം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രതിയായി പോലീസ് പിടികൂടിയിരിക്കുന്നതാണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി കൂടെ, ഒരു MLA കൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് നേരെ ഒരു കയ്യേറ്റവും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സുരക്ഷ ഒരുക്കുക, പരമാവധി പ്രതിഷേധക്കാരെ ഇവിടെ നിന്നും മാറ്റി ഒരു സുരക്ഷ ഒരുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുള്ളൊരു ക്രമീകരണം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വാഹനം സജ്ജമാണ്, മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാണ്. രാഹുലിനെ ഇനി പുറത്തേക്ക് ഇറക്കുക, വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുക എന്നുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത്. എന്തായാലും 2 വശത്തെ വാതിലുകളിലും പോലീസ് സുരക്ഷയുണ്ട്, 2 വശത്തും പോലീസ് വാഹനങ്ങളുണ്ട്. ഇവിടേക്ക് എത്തിച്ചത് DYSPയുടെ വാഹനത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ്. ഇപ്പോൾ രാഹുലിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പിൻ സീറ്റ് തുറന്നിട്ടുകൊണ്ട് ഒരു ബൊലേറോ വാഹനമാണ് അത്തരത്തിൽ തയ്യാറായി നിൽക്കുന്നത്.